ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അതിനൊരു പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. നാം എല്ലാവരും പല കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുന്നവരാണ്. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ അത് അപകടങ്ങൾക്ക് കാരണമായി മാറാറുണ്ട്. അപ്പോൾ അശ്രദ്ധ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നും ശ്രദ്ധിച്ച് ചെയ്യണമെന്നും ഒക്കെ ഉപദേശിക്കുന്നവരുമാണ് നാം എല്ലാവരും. ഒരു മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിക്കുമ്പോൾ നാം പറയാറുണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരു പൊട്ടുവാൻ സാധ്യതയുള്ള ഒരു വസ്തു അത് കൈകാര്യം ചെയ്യുമ്പോൾ നാം പറയാറുണ്ട് സൂക്ഷിച്ചെടുക്കണം. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അകത്ത് അതുപോലെ ശ്രദ്ധയോടെ നാം ചെയ്യാൻ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ മാത്രം എൻ്റെ പ്രിയമുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് അതിനെ പഠിക്കാം. ഞാൻ ഈ ശ്രദ്ധയോടെയുള്ള നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ ഞാൻ പങ്കുവെക്കും. അതിനനന്തരമായി നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ വേദ പഠനത്തിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധയോടെ ചെയ്യേണ്ടത്? ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. തുറന്നുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചതും നിങ്ങളുടെ പഠനമുറിയിൽ പ്രാർത്ഥനാ മുറിയിൽ വചനധ്യാനത്തിൽ നിങ്ങൾക്ക് വെളിപ്പെട്ടതുമായ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കാം. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾക്കകത്ത് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ആരാധനക്കാരന്റെ ആരാധന എങ്ങനെയായിരിക്കണമെന്ന് ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്. ആരാധന ശ്രദ്ധയോടെ ആയിരിക്കണം. നമുക്ക് അശ്രദ്ധയോടെ ആരാധിക്കാൻ പറ്റും. അതെ, നാം വന്നിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നോക്കിക്കണ്ട് ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത്, ആ ഫാൻ കറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പലതും ചിന്തിച്ച് അശ്രദ്ധയോടെ നമുക്ക് ആരാധിക്കാൻ പറ്റും. പക്ഷേ ബൈബിൾ പറയുകയാണ് ആരാധന എങ്ങനെയായിരിക്കണം? ആരാധന ശ്രദ്ധയോടെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ ആരാധിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമല്ല, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ നാം കേൾക്കുന്ന ദൈവിക വചനങ്ങൾ, നാം കേൾക്കുന്ന ദൈവിക ദൂതുകൾ, നാം കേൾക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, അതിനെ ശ്രദ്ധയോടെ നാം കരുതേണ്ടത് ആവശ്യമാണ്. മറിയോട് അതേ ദൈവാത്മാവ് പറഞ്ഞ, അല്ലെങ്കിൽ ആ ആലയത്തിൽ വെച്ച് ശിമ്യോൻ പറഞ്ഞ, ആ ഹന്ന പറഞ്ഞ വാക്കുകൾ അവൾ ഹൃദയത്തിന്റെ അകത്ത് കരുതുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക ദൂതുകൾ, അത് ശ്രദ്ധയോടെ കരുതുവാൻ തക്കവണ്ണം ഇടയാകണം. എന്തുകൊണ്ടാണ് ശ്രദ്ധയോടെ കരുതണമെന്ന് പറയുന്നത്? നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതണം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നവരാണ്. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലൊക്കെ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളവരാണ്. കാരണം നാം ജീവിക്കുന്നത് ഈ ശരീരത്തിലാണ്. അതുകൊണ്ട് ശരീരത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് പ്രലോഭനങ്ങളും അതേ തെറ്റിലേക്ക് പോകുവാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ളത് കൊണ്ട് ബൈബിൾ പറയുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേൾക്കുന്നത് അല്ലെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അത് മാത്രമല്ല, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്തും ഒരു ശ്രദ്ധ വേണം. അശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ശ്രദ്ധയോടെയും പ്രാർത്ഥിക്കുവാൻ പറ്റും. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് ബൈബിൾ പറയുകയാണ്. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം താൻ ദൂതനെ കാരാഗ്രഹത്തിൽ അയച്ച് പത്രോസിനെ തടവറയിൽ നിന്ന് വിടുവിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനകൾ ദൈവിക വിടുതലുകളെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആരാധന ശ്രദ്ധയോടെ ആകട്ടെ. നാം കേൾക്കുന്ന ദൈവിക വചനങ്ങൾ, ദൈവിക ദൂതുകൾ ശ്രദ്ധയോടെ കരുതുന്ന അനുഭവങ്ങൾ നമ്മിൽ വെളിപ്പെടട്ടെ. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ ആയി തീരട്ടെ.
നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ശ്രദ്ധയോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന, ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആത്മാവ് വെളിപ്പെടുത്തിയത് കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതെ, ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.